ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ഹെയർ ആക്സറീസിൻ്റെയും നമ്മൾ ലെങ്ത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നൈലോൺ ബാൻഡിലുള്ളത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസ് ഒക്കെ സെയിം തന്നെ. നമ്മൾ ക്ലിപ്പിനും ഹെയർ ബാൻഡിനും പകരം നൈലോൺ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് വീഡിയോസ് കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ ഹെയർ ബാൻഡിനും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിനും ഒക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ജാസ്മിൻ ബഡ്സ് എടുക്കുമ്പോൾ മാക്സിമം ഒരേ സൈസുള്ളത് എടുക്കാൻ നോക്കുക, എന്നാലാണ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ സ്റ്റെമ്മിന്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കണം. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഫെൽറ്റ് ഷീറ്റ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഡയാമീറ്റർ എടുത്തിട്ടുള്ളത് 4.5 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പം വേണമെങ്കിൽ മാക്സിമം 5 സെന്റിമീറ്റർ. അതിന് കൂടണ്ട കേട്ടോ. അതിനും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അറ്റത്ത് കൂടെ നമ്മൾ ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓരോ ബഡ്സ് ആയിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ B7000 യൂസ് ചെയ്താൽ മതി. B7000 യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഈ ഒരു ബഡ്സിന്റെ ഉള്ളിലുള്ളത് തെർമോക്കോളാണ് കേട്ടോ. അപ്പോൾ ആ തെർമോക്കോളിൽ എങ്ങനെ ആ ഗ്ലൂ ആവുകയാണെങ്കിൽ അതിങ്ങനെ ഉരുകി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള വർക്കിനൊക്കെ ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. B7000 അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജാസ്മിൻ ബഡ്സ് നമ്മൾ ഒരു ലെയർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലായിട്ട് നമ്മൾ വേറൊരു ലെയറും കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. 2 ലെയർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ നമുക്ക് പോളനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗോൾഡൻ കളർ പോളനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടാണെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. 2-3 പോളം ഒട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ലാവും. പിന്നെ നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചെടുക്കുമ്പോൾ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ പോളനിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആവും. പിന്നെ നമുക്കത് നൈലോൺ ബാൻഡിൽ ഒട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, നമുക്ക് ഫെൽറ്റ് ഷീറ്റ് സെയിം ഡയമീറ്റർ ഒരു പീസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പോളനൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് ഫെൽറ്റ് ഷീറ്റിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് നൈലോൺ ബാൻഡിലേക്ക് ഒട്ടിച്ചെടുക്കുക. നൈലോൺ ബാൻഡിന്റെ വീതി കുറവായ കാരണം ഫെൽറ്റ് ഷീറ്റ് ഫുള്ളായിട്ട് ഗം അപ്ലൈ ചെയ്യരുത്. ആ സെൻറ്റർ ഭാഗത്ത് ഒരു ലൈൻ പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഫെൽറ്റ് ഷീറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല സെക്യൂർ ആയിട്ടിരിക്കും. അപ്പോൾ അത്രയുള്ള ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ വർക്ക് ഫിനിഷ് ആവും. നമുക്ക് ഇതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് തന്നെ നമ്മൾ കുറച്ച് ലെങ്തി ടൈപ്പ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ഹെയർ ആക്സറീസിന് ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കൂടുതലും ഹാൻഡ് മെയ്ഡ് ആക്സറീസ് ആണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട.